ബലാത്സംഗ കേസിൽ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കം 3 പേരെ വെറുതെ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി AK സ്റ്റെഫിൻ ചേർന്നു. സ്റ്റെഫിൻ, വലിയ വിവാദമായ കേസ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയിലിന് ഒരു സീറ്റ് നിഷേധിക്കാൻ വരെ കാരണമായ ഒരു സംഭവമായിരുന്നു. അതിലാണ് ഇന്നിപ്പോൾ ഈ കീഴ്മേൽ മറയൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, മുൻ MLA കൂടിയായ എൽദോസ് കുന്നപ്പള്ളിക്ക് തീർച്ചയായും ആശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി. കഴിഞ്ഞ ദിവസം വിചാരണയുടെ അവസാന ഘട്ടത്തിൽ മൊഴി മാറ്റിയിരുന്നു അതിജീവിത. അതിനെ തുടർന്ന് 2 സാക്ഷികളും ഏതായാലും ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. അവരും മൊഴി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കോടതിയിൽ നേരിട്ട് എത്തിയാണ് ഈ പരാതിക്കാരി തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള മൊഴി കോടതിക്ക് മുമ്പാകെ തന്നെ നൽകിയത്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സിറ്റിംഗ് MLA മാരൊക്കെ തന്നെ മത്സരിച്ചെങ്കിലും പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധിയായി നിന്നത് ഈ കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 28-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പേട്ട സ്വദേശിയായിട്ടുള്ള യുവതി പോലീസിൽ പരാതി നൽകി. പ്രത്യേകിച്ചും MLA കൂടിയായിരുന്ന എൽദോസ് കുന്നപ്പള്ളി പലതവണ പീഡിപ്പിച്ചു. ഒപ്പം തന്നെ കോവളത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കാറിൽ അടക്കം വെച്ച് പീഡിപ്പിച്ചു. ഒപ്പം കുന്നിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷം ഈ കേസ് നടപടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വലിയ പ്രതിസന്ധികൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കും നേരിടേണ്ടി വന്നു. അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ഏതായാലും പരാതിക്കാരി മൊഴി മാറ്റി, അതോടൊപ്പം സാക്ഷികളും കൂറുമാറി. ആ നിലയിലാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അടക്കം മറ്റ് 3 പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്.